MBBS ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളുടെയും ആഗ്രഹമാണ് നീറ്റ് എക്സാം ഏറ്റവും നന്നായിട്ട് എഴുതുക എന്നുള്ളത്. അതിൽ തന്നെ ഒരു മാജിക്കൽ സ്കോറാണ് 720 ഔട്ട് ഓഫ് 720, അതായത് മുഴുവൻ മാർക്കും വാങ്ങുക എന്നുള്ളത്. അങ്ങനെ ഈ തവണത്തെ നീറ്റ് എക്സാമിൽ 720-ൽ 720 മാർക്കും വാങ്ങി ബ്രില്യൻറ്റിനും കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായി മാറിയ അഭിനവ് സുനിൽ പ്രസാദാണ് ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത്. ആദ്യമേ തന്നെ അഭിനവിന് കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. നമുക്ക് അഭിനവിനോട് അവൻ്റെ എക്സാമിനെ കുറിച്ചും അവൻ്റെ പഠനത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അഭിനവ് എവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ 10ാം ക്ലാസ് വരെ ഞാൻ ഇന്ത്യൻ സ്കൂൾ സലാല ഒമാനിലായിരുന്നു. അപ്പോൾ +1 +2 ഞാൻ ദേവഗിരി CMI പബ്ലിക് സ്കൂള് കാലിക്കറ്റായിരുന്നു. പിന്നെ ഞാൻ ബ്രില്യൻറ്റിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ ബ്രില്യൻറ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ സലാലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? അതെ, ബ്രില്യൻറ്റ് ജോയിൻ ചെയ്യാനായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ മോള് ബ്രില്യൻറ്റിൽ പഠിച്ച് പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിയിരുന്നു. അപ്പോൾ അമ്മേൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ബ്രില്യൻറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ബ്രില്യൻറ്റ് ജോയിൻ ചെയ്യാമേ. അതൊരു നല്ല ഡിസിഷനായിരുന്നു മനസ്സിലായത്. എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിലെ ക്ലാസ്സുകളും സ്കൂളിലെ ക്ലാസ്സുകളും ഒക്കെ? അത് നല്ല സിൻക്രണൈസ്ഡ് ആയിട്ടായിരുന്നു. ഒരു രാവിലെ മുതൽ ഉച്ച വരെ സ്കൂൾ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരം ബ്രില്യൻറ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതൊരു സിൻക്രണൈസ്ഡ് ആയിട്ട് പോയതുകൊണ്ട് അധികം ബുദ്ധിമുട്ട് തോന്നിയില്ല ക്ലാസ്. ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാധനം സിമിലർ ആയിട്ടായിരിക്കും ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സെല്ലാം വരുന്നത്. ഇത് എല്ലാ ദിവസവും സ്കൂളിൽ പോകും, അതിനുശേഷം ബ്രില്യൻറ്റ് ആണല്ലേ? അതിനുശേഷം പിന്നെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? ഓരോ ദിവസത്തെയും സ്റ്റഡി പ്ലാൻ എന്തായിരുന്നു? സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും അന്ന് പഠിപ്പിച്ച ടോപ്പിക് അപ്പം തന്നെ തീർക്കും. ക്ലാസ് നോട്ട് വായിക്കും, പിന്നെ NCERT വായിക്കും. എന്നിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സോ വേറെ എന്തെങ്കിലും കീ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യും. പിന്നെ ഞാൻ എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യും ആ ടോപ്പിക് ലൈബ്രറി ബുക്ക് എടുത്തോ? ആദ്യം ക്ലാസ് നോട്ട് വർക്ക് ബുക്ക്, പിന്നെ തീർന്ന ലൈബ്രറി ബുക്ക്. പിന്നെ എക്സാംസ് എല്ലാം വരുമ്പോൾ പിന്നെയും അധികം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫോക്കസ് ചെയ്യാം. NCERT റിവൈസ് ചെയ്യலாம். നമ്മുടെ ഒരു ബോർഡ് എക്സാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ ഈ പറയുന്ന മോഡൽ എക്സാമിലോട്ട് കടന്നത്. അതിനു മുമ്പ് മോഡൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് മോഡൽ എക്സാമുകളും കൂടി എങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്? എല്ലാ മോഡൽ എക്സാമിൻ്റെ മുന്നേ പ്രോപ്പറായിട്ട് എന്താ വെച്ചാൽ NCERT ഫസ്റ്റ് ഓഫ് ഓൾ റിവൈസ് ചെയ്യും ആ ചാപ്റ്ററിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് നോട്ടും വർക്ക് ബുക്കും ചെയ്യും. പിന്നെ സ്റ്റഡി പാക്കേജ്, പിന്നെ റെസണൻസ് മെറ്റീരിയൽ, പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ലൈബ്രറി ബുക്സ് എടുത്ത് സോൾവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്തുകൊണ്ട് പിന്നെ മോഡൽ എക്സാംസ് വരുമ്പോൾ പിന്നെയും ഈസി ആയിട്ട് തോന്നി. ഓരോ എക്സാമും ഈസി ആയിട്ട് തോന്നി. പിന്നെ ആ എക്സാം തീർന്ന് അതിൻ്റെ ആൻസർ കീ നോക്കി എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നോട്ട് ചെയ്യും. ഇനിയിപ്പോൾ NCERTയിൽ എന്തെങ്കിലും മറന്നുപോയതാണെങ്കിൽ അത് വീണ്ടും ഒന്നുകൂടിയും വായിക്കും. പിന്നെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചെയ്ത മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ ഒന്നുകൂടി ചെയ്ത് നോക്കും, ഫിസിക്സ് എല്ലാം. പിന്നെ അങ്ങനെ വെക്കും. പിന്നെ അടുത്ത എക്സാം വരുമ്പോൾ ഈ സെയിം റൊട്ടീൻ വീണ്ടും ചെയ്തു. എപ്പോഴാണ് ഈ MBBS എന്നുള്ളൊരാഗ്രഹം മനസ്സിലോട്ട് കയറി വന്നത്? എപ്പോഴാണ്? എനിക്ക് ഇങ്ങനെ ചെറുതാകുമ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇങ്ങനെ മാറി വരും. പിന്നെ ഒരു 9th 10th ആയപ്പോഴപ്പോൾ ശരിക്കും എനിക്ക് MBBS ഡോക്ടർ ആവണമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അച്ഛനും അമ്മയും രണ്ടാളും മെഡിക്കൽ ഫീൽഡായതുകൊണ്ട് ആദ്യം മുതലേ കാണുന്ന മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സബ്ജക്റ്റ് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഡോക്ടർ ആവാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി ബ്രില്യൻറ്റിലോട്ട് വന്നത് അല്ലേ? പിന്നെ ഈ 700+ എന്നൊരു സ്കോറ് നമ്മൾ മനസ്സിൽ കണ്ടിരുന്നോ? നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് കീ നോക്കിയപ്പോൾ തന്നെ 720 നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ ആൻസർ കീ വന്നപ്പം ഒരെണ്ണം തെറ്റിപ്പോയി. വീണ്ടും ഫൈനൽ ആൻസർ കീ വന്നപ്പം 720 എന്നുള്ളൊരു ഫുൾ സ്കോർ വന്നു. അപ്പോൾ എക്സാം എഴുതിയ നീറ്റ് എക്സാം ഹാളിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നീറ്റ് എക്സാം ഹാളിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല കൂളായിരുന്നു. എന്ന് വെച്ചാൽ കുറേ മോക്ക് ടെസ്റ്റും യൂണിറ്റ് എക്സാമിൽ എഴുതിയോണ്ട് ഒരു ബ്രില്യൻ്റ് എക്സാം പോലെയാണ് തോന്നിയത് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ബ്രില്യൻ്റ് എന്തെല്ലാം നടക്കാൻ പോകുന്ന എന്തെല്ലാം അതിൻ്റെ പ്രൊസീജിയർ എല്ലാം പറഞ്ഞുകൊണ്ട് അതെല്ലാം അറിയാമായിരുന്നു എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ കൂളായിട്ട് ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് തുറന്നപ്പോഴും റിയലൈസ് ചെയ്ത് ഇതെല്ലാം ജസ്റ്റ് ഒരു ബ്രില്യൻ്റ് ടെസ്റ്റിൻ്റെ ആ സെയിം ഡിഫിക്കൽട്ടി ഉള്ളൂ. അധികം ഭയങ്കര ഡിഫിക്കൽട്ടും ഭയങ്കര സിമ്പിളൊന്നുമല്ല, ഒരു ആവറേജ് പേപ്പറായിരുന്നു. അപ്പോൾ അത് ഞാൻ എററില്ലാണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ 700+ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ, എക്സാം കഴിഞ്ഞപ്പോൾ. പിന്നെ കീ നോക്കിയപ്പോൾ 720. അപ്പോൾ സന്തോഷം. അഭിനവ്, 720 എന്ന് പറയുന്ന ഒരു സ്കോറ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലും ആദ്യമായിട്ടാണ് 720-ൽ 720 എന്ന് പറയുന്ന ഒരു സ്കോറ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ആ ഒരു സ്കോർ വാങ്ങിയൊരു കുട്ടി എന്ന നിലയ്ക്ക് ഇനി വരുന്ന തലമുറയ്ക്ക്
എങ്ങനെയാണ് ഒരു പഠിക്കാനായിട്ട് നമ്മൾ ഒരു മോട്ടിവേഷൻ കൊടുക്കുക, അല്ലെ അവരോട് പറഞ്ഞു കൊടുക്കുക? ഇപ്പോൾ 720 കിട്ടുക വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ച 700-ൻ്റെ മേലെയായിരുന്നു. 720 കിട്ടുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായി. പിന്നെ പഠിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബേസാണ് ഏറ്റവും സ്ട്രോങ് ആവേണ്ടത്. നമ്മൾ ബേസ് സ്ട്രോങ് ആയില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും അതിൻ്റെ മേലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ NCERT വായിക്കുക, ഫിസിക്സും കെമിസ്ട്രി ബയോളജി, ഫിസിക്സ് ആണെങ്കിൽ കൂടി NCERT വായിക്കുക. പിന്നെ അത് NCERT വായിച്ച ബേസ് ഒരുവിധം സ്ട്രോങ് ആണെന്ന് അറിയുമ്പോൾ പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ എവിടെയാണ് വീക്ക്, എവിടെയാണ് മിസ്റ്റേക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ടൈം ഇട്ട് ചെയ്യുന്നത് ഇത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫിസിക്സിനെല്ലാം ടൈം ഇട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എത്ര സമയം നമുക്കിപ്പോൾ എപ്പോഴാണ് ഇത് വരുന്നത്, ഇഷ്യൂ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അവസാനമാകുമ്പോൾ പിന്നെ എനിക്ക് കോൺഫിഡൻസ് വരല്ലോ തുടങ്ങി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഫസ്റ്റ് നമ്മൾ NCERT ചെയ്യുക, NCERT കവർ ചെയ്യുക. പിന്നെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ പിന്നെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എന്നുവെച്ചാൽ അവിടെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫുൾ ടോപ്പിക്ക് മൊത്തം കവർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈസി ലെവൽ, ഏറ്റവും ബേസ് ഈസി ലെവൽ, പിന്നെ കുറച്ച് നല്ല ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് അവസാനമായപ്പോൾ പിന്നെ കോൺഫിഡൻസ് കിട്ടിയ ഒരു കോൺഫിഡൻസ് കിട്ടിയാൽ പിന്നെ. അതുപോലെ തന്നെ ഇപ്പം നീറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നീറ്റ് എക്സാം പോലെ തന്നെ നമ്മുടെ ഏകദേശം നീറ്റ് എക്സാമിന് ബ്രില്യൻ്റ് നടത്തിയ എല്ലാ മോഡലുകളിലും ഏകദേശം 15 എക്സാമുകൾക്ക് അഭിനവ് 1ാം റാങ്ക് ആയിരുന്നു, അല്ലേ? 15 ഗോൾഡ് മെഡലുകളാണ് നമ്മുടെ മോഡൽ എക്സാമുകൾക്ക് കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ ആ ഒരു പ്രകടനം നീറ്റ് എക്സാമിനും അവന് കീപ്പ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ JEE മെയിൻ എക്സാം അഭിനവ് MBBSന് വേണ്ടിയാണ് നീറ്റ് എക്സാമാണ് എഴുതിയത്. പക്ഷേ എന്നാൽ പോലും അഭിനവ് JEE മെയിൻ എക്സാം എഴുതിയായിരുന്നു. JEE മെയിൻ എക്സാമിന് 2 സെഷനിലും ഫിസിക്സിനും കെമിസ്ട്രിക്കും അഭിനവിന് 100%-ലാണ്. അതായത് ആ സെഷനിൽ എക്സാം എഴുതിയ ഇന്ത്യയിലെ എല്ലാ കുട്ടികളും 1ാമൻ. അപ്പോൾ ഒരു JEE മെയിൻ എക്സാമിനെ കുറിച്ചും കൂടി ഒരു വാക്ക് പറ. അതായത് നമ്മൾ നീറ്റാണ് പ്രിപ്പയർ ചെയ്തെങ്കിൽ പോലും അത് വെച്ച് എങ്ങനെ നമ്മൾ JEE മെയിൻ എഴുതിയിരുന്നു? ഇപ്പോൾ ഈ ഫിസിക്സും കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആ കൺസെപ്റ്റ് ഇത് ഫുൾ കവർ ചെയ്താൽ പിന്നെ ക്വസ്റ്റ്യൻസ് പിന്നെ കുറച്ചൊരു എന്താണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ അതിന് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൂടി വരുമ്പോൾ പിന്നെയും കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് JEE മെയിൻ എഴുതാമെന്ന്. അപ്പോൾ എഴുതിയപ്പോഴാണ് ഒരു നീറ്റ് ലെവൽ ജസ്റ്റ് മേലെയല്ല. അപ്പോൾ ബ്രില്യൻറ്റിൽ കുറേ മോക്ക് ടെസ്റ്റും യൂണിറ്റ് ടെസ്റ്റെല്ലാം വരുമ്പോൾ അതും ഈ ഒരു JEE മെയിൻ ലെവലിൽ ചിലപ്പം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആ സിമിലർ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയാണ്. ഇനി അപ്പോൾ നമ്മൾ നീറ്റ് എഴുതി, നമ്മൾ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് അഭിനവിൻ്റെ ഒരു ഡ്രീം ക്യാമ്പസ് എവിടെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട് എന്താണ് നമ്മുടെ ഒരു ലക്ഷ്യം, നമ്മുടെ ഒരു ആഗ്രഹം എന്താണ് എന്നുള്ളതാണ്. എനിക്ക് ഇപ്പോൾ കുറേ ആൾക്കാരെ പോലെ തന്നെ ഡ്രീം ക്യാമ്പസ് എയിംസ് ഡൽഹിയാണ്. പിന്നെ എയിംസ് ഡൽഹി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലോട്ട് ഞാൻ വിചാരിച്ച MBBSൻ്റെ സമയത്ത് ഡിസൈഡ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. വീണ്ടും അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.